കൂട്ടാല ബ്രാഞ്ച് കനാൽ കവിഞ്ഞ് വെള്ളമൊഴുകി മുടിക്കോട് ജംഗ്ഷന് സമീപം ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കനാലിന്റെ പുനർനിർമ്മാണം നടത്തിയ ദേശീയപാത കരാർ കമ്പനിയായിരുന്ന KMCയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ കവിയുന്നതിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. 3 ദിവസത്തോളം വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്നാണ് സർവീസ് റോഡ് വ്യാപകമായി തകർന്നത്. മേൽപ്പാതയുടെ പണികൾ നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. വെള്ളമൊഴുകിയെത്തുന്നത് മേൽപ്പാതയുടെ പണികൾക്ക് കൂടി തടസ്സമാകാൻ തുടങ്ങിയതോടെ പുതിയ കരാർ കമ്പനി ഇടപെട്ട് റോഡിലൂടെ വെള്ളമൊഴുകുന്നത് തടയാൻ താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിരിക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയ കാലത്ത് സർവീസ് റോഡ് നിർമ്മിച്ചപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന ബ്രാഞ്ച് കനാലിന്റെ ഒരു ഭാഗം തകർന്നു. മാത്രമല്ല, റോഡ് ഈ ഭാഗത്ത് കനാലിനേക്കാൾ താഴുകയും ചെയ്തു. കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടാൽ റോഡും മുടിക്കോട് സെന്ററും വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയായിരുന്നു. ഇതിനെ തുടർന്ന് കനാൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് കരാർ കമ്പനിയായിരുന്ന KMC സർവീസ് റോഡിനോട് ചേർന്ന് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് കനാൽ പുനർനിർമ്മിക്കാൻ തയ്യാറായത്. എന്നാൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം വേണ്ടത്ര ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തില്ല. നിർമ്മാണം തുടങ്ങിയ സ്ഥലത്തുണ്ടായിരുന്ന അതേ ഉയരത്തിൽ ബാക്കി ഭാഗവും പൂർത്തിയാക്കാതെ വിട്ടതാണ് ഇപ്പോൾ കനാൽ കവിഞ്ഞൊഴുകാൻ കാരണം. കൂട്ടാലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാർഷിക ആവശ്യങ്ങൾക്കും കിണറുകളും കുളങ്ങളും റീചാർജ് ചെയ്യുന്നതിനും വെള്ളമെത്തുന്നത് 10 കിലോമീറ്ററോളം നീളമുള്ള ഈ കൂട്ടാല ബ്രാഞ്ച് കനാൽ വഴിയാണ്. അതുകൊണ്ട് എത്രയും വേഗം നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.